സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല, പമ്പ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കല്ല, നല്ല തിരക്കുണ്ട്. ഇവിടെ അയ്യപ്പ സംഗമം ഒക്കെ നടക്കുക. ഈ വീഡിയോ കന്നിമാസം 4-ാം തീയതി സെപ്റ്റംബർ 20-ാം തീയതിയാണ്. അത് സംഗമം നടക്കുന്നതിൻ്റെ സ്റ്റേജാണ്. ഫുള്ള് എ സിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ത്രിവേണിയുടെ പാർക്ക് ചെയ്യുന്നത് അവിടെയാണ്. അവരുടെ ഫുഡും കാര്യങ്ങൾക്കുള്ള പന്തൽ. സ്വാമിയേ ശരണമയ്യപ്പ. ഇവരുടെ അയ്യപ്പ സംഗമത്തോട് എനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ ഒട്ട് പോയതുമില്ല. സ്വാമിയേ ശരണമയ്യപ്പ. പമ്പ തൊട്ട് അങ്ങോട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞാനോർത്ത് കന്നിമാസം 4-ാം തീയതിയൊക്കെ ആയതുകൊണ്ട് തിരക്ക് കുറവായിരിക്കുമെന്ന്. പക്ഷെ അത്യാവശ്യം നല്ലപോലെ അയ്യപ്പ ഭക്തരുണ്ട്. മലയാളികൾ തീരെ കുറവാണ്. മറ്റന്യഭാഷയിലെ അയ്യപ്പന്മാർ നിറച്ചുണ്ട്. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് നമ്മുടെ ഗണപതി അമ്പലത്തിൻ്റെ അവിടുന്ന്, അതായത് ഗണപതി അമ്പലത്തിലോട്ട് കയറി വന്നു മണി. ആ മണിയുടെ അവിടുന്ന് ആ വലത്തോട്ട് കാണുന്ന വഴിയാണ്. ആ വഴി ഇറങ്ങിയാലും നേരെ നമ്മുടെ ആ പമ്പയിലോട്ട് ചെന്നിറങ്ങാം. പമ്പയിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയ്യപ്പൻ പുലിപ്പുറത്തിരിക്കുന്ന ഒരു പ്രതിമ വച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്തെ പമ്പയുടെ ആ പാലത്തിൻ്റെ അവിടോട്ട് ചെന്ന് കയറാം. സ്വാമിയേ ശരണമയ്യപ്പ. അതുപോലെ തന്നെ ഈ വീഡിയോ മൊത്തം കാണണം. കണ്ടില്ലെങ്കിൽ ഓരോ അയ്യപ്പ ഭക്തനും വലിയ നഷ്ടമാണ്. കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു സസ്പെൻസായിട്ടിരിക്കട്ടെ. വീഡിയോ കണ്ടു പോകുമ്പോൾ ആ സസ്പെൻസ് എന്തുവാണെന്ന് അറിയാം. അതുപോലെ തന്നെ ഞാൻ കാലെ കടിച്ച് രക്തം ഊറ്റി കുടിക്കുന്ന അട്ടയുടെ കഥ 1-2 വീഡിയോയിൽ പറഞ്ഞു. അത് വീണ്ടും ആവർത്തിക്കുമല്ല, അന്ന് ആവർത്തിച്ചേ പറ്റൂ. കാരണം എനിക്ക് കടി കിട്ടി. അന്നേരം അത് നിങ്ങളെ തെളിവോടുകൂടി അത് കാണിക്കുകയും ചെയ്യണം. അതിൻ്റെ പിടിവിടുന്ന എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയും, പിന്നെ ഇത് കടിച്ച് കഴിഞ്ഞ് നമ്മുടെ ദേഹത്തുനിന്ന് നമ്മളറിയാതെ തന്നെ വിട്ടുപോയാൽ പിന്നീട് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. നമ്മളിത് വലിച്ചു പറിച്ച് കളഞ്ഞാലും ചൊറിച്ചിലായിരിക്കും. അന്നേരം ആ ചൊറിച്ചിൽ മാറാനുള്ള ഒരു ഒറ്റമൂലി കാര്യങ്ങളും എല്ലാം കൂടെ ഞാൻ തെളിവ് സഹിതം നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തി പറയാമെന്ന് ഉദ്ദേശിച്ചു. സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ സ്വാമി അയ്യപ്പം വഴിയാണ്. സ്വാമി അയ്യപ്പം വഴി വരുമ്പം ഒരു ചെറിയൊരു അരുവിയുണ്ട്. ഈ അരുവി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറ്റം തുടങ്ങുക. സ്വാമിയേ ശരണമയ്യപ്പ. ഈ വഴി ആണ് സത്യം പറഞ്ഞാൽ ഡോളി പോകേണ്ടത്. നമ്മൾ നീലിമലയ്ക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങുകയും ആ താഴോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ കൂടാരമൊക്കെ വെച്ചേക്കുന്നില്ലേ, അവിടുന്ന് ഇവർ ടോക്കണൊക്കെ എടുക്കണം. 250 രൂപ കണ്ട ഒരു ഡോളിക്ക് മുകളിൽ കയറി പോകാനുള്ള പാസ്. ആ പാസ് ചെക്ക് ചെയ്യുന്നതാണ് നമ്മുടെ മരക്കൂട്ടം. നീലിമല ഇവരുടെ പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആറ്റിലൊക്കെ പോയിട്ട് ചൂണ്ട ഇരയെ കൊത്തിയിട്ട് അതേണ്ടേ അട്ട കണ്ടോ, ഇവനിങ്ങനെ കടിച്ചു പിടിക്കും. ഇത് നമ്മളറിയത്തില്ല. ഞാനതറിയാൻ കാര്യം എൻ്റെ ചെരുപ്പിൻ്റെ ബാറയിൽ എന്തോ തടയുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ നോക്കിയതാണ്. നോക്കി കാണാം 3 ആശാന്മാർ കടിച്ച് പിടിച്ച് ഊറ്റിക്കൊണ്ടിരിക്കുക. ആ പാടെ ഞാൻ മെലിഞ്ഞ് പെൻസിൽ പോലെ ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ അവരിരുന്ന് എൻ്റെ രക്തം കൂടെ ഊറ്റുന്നത്. ഇനി ഇവനെ എങ്ങനെ പിടിക്കണം എന്ന് കാണിച്ചു തരാം. ഇവൻ കടിച്ചാൽ നമ്മൾ അറിയത്തില്ല കേട്ടോ. അതുപോലെ തന്നെ
നമ്മൾ കടിച്ചത് ഞാനിപ്പോൾ കണ്ടതുപോലെ തന്നെ കാണുവാണെങ്കിൽ നമ്മുടെ വിരൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പെടുത്തോ ഒന്നും കുത്തിക്കളയല്ലേ. ഇവൻ്റെ പല്ല് അതിൻ്റെ അകത്തിരിക്കും. അതികഠിനമായ ചൊറിച്ചിലായിരിക്കും. ചൊറിഞ്ഞ് നമ്മുടെ ആ ചൊറിയുന്ന ഭാഗം പൊട്ടിയാലും നമ്മൾ ചൊറിച്ചിൽ നിർത്തില്ല, അതേപോലെ ചൊറിയും. നമ്മൾ പിന്നെ ചിലപ്പോൾ ഇവൻ രക്തം കുടിച്ച് പിടിവിട്ട് പോയതായിരിക്കും. വീട്ടിലോട്ട് പോകുന്ന വഴിക്കോ വല്ലതും അമിതമായിട്ട് ചൊറിയുവാണെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, അട്ട കടിച്ചാൽ അത് ചിന്തിച്ചാൽ മതി. അന്നേരം നിങ്ങൾ വീട്ടിൽ ചെന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേപ്പലയുള്ളവർ ഒരു 2-3 വേപ്പലയും ശകലം തുളസിയുടെ ഇലയും മഞ്ഞളും കൂടെ ചേർത്ത് അരയ്ക്കണം. നല്ല കുഴമ്പ് പോലെ അരച്ചിട്ട് ആ ചൊറിച്ചിലെവിടെ അവിടെ പുരട്ടി കൊടുക്കണം. അങ്ങനെ രാവിലെയും വൈകിട്ടും 2 ദിവസം പുരട്ടുവാണെങ്കിൽ ചൊറിച്ചിലങ്ങ് മാറും. ഇതാണ് കണ്ടോ, ഞാൻ അവനെ ശകലം ഉപ്പുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കണ്ടോ, തന്നെ പിടിവിട്ട് പോയതുണ്ടോ? കണ്ടോ, രക്തം പൊടിഞ്ഞ് ഇളകുന്നതുണ്ടോ? ശരീരം എൻ്റെ മെലിഞ്ഞെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ശരീരത്ത് ചോരയുണ്ട് കേട്ടോ. അവൻ തന്നെ പിടിവിടും. അവിടെ ആ നിരപ്പായതുകൊണ്ട് അത് ഉരുണ്ട് താഴെ വീഴാഞ്ഞ് കണ്ടോ, എടുത്ത് കളഞ്ഞ്. അല്ലാതെ കടിച്ചിരിക്കുക നമ്മൾ ആ വിരലിലൊന്നും ഞോണ്ടിയാലൊന്നും പോകത്തൊന്നുമില്ല. കണ്ടോ, രക്തം കണ്ടോ? ആ വേപ്പലയും തുളസിയിലയും മഞ്ഞപ്പൊടിയും കൂടെ അരച്ച് രാവിലെയും വൈകിട്ടും 2 ദിവസം പെരട്ടാന്നുണ്ടെങ്കിൽ ചൊറിച്ചിലിൽ നിന്ന് നമ്മൾ ചൊറിഞ്ഞവിടെ അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതും കരിഞ്ഞോളും. ചിലർക്കൊക്കെ വേപ്പല കിട്ടാനെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. വേപ്പല ഇല്ലാത്തവർ തുളസിയിലയും മഞ്ഞപ്പൊടിയും കൂടെ അരച്ച് പെരട്ടിയാലും മതി. അങ്ങനെ പെരട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 ദിവസം പെരട്ടേണ്ടി വരും. എങ്കിലേ നമ്മുടെ ഈ ചൊറിച്ചിൽ മാറത്തുള്ളൂ, അല്ലാതെ ചൊറിച്ചിൽ മാറത്തില്ല. എനിക്ക് ഈ വിയർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഒരു പണിയും ഞാൻ ചെയ്യത്തില്ല. എന്നെ ആ 3 എണ്ണം കടിച്ച് എൻ്റെ കാല് മൊത്തവും നീരായി പൊത്ത. സ്വാമിയേ ശരണമയ്യപ്പ. വീട്ടിലൊരു പണിയും ചെയ്യാത്തതിന് അമ്മ എന്നെ എല്ലാ ദിവസവും വഴക്ക് പറയും. എന്തോ ചെയ്യാനാ. സ്വാമിയേ ശരണമയ്യപ്പ. ഡോളിക്കാർ നീലിമല കയറി ഇങ്ങനെ വരുന്നവർ, അവർക്കറിയാം നമ്മുടെ ആ നടപ്പും പാവവും ഒക്കെ കാണുമ്പം ഈ ആളിനൊരു ഡോളിയുടെ ആവശ്യമുള്ളതാ എന്ന്. അങ്ങനെ ഇവർ വന്ന് ഡോളിയുടെ കാര്യം പറയുന്നതും റേറ്റ് പറയുന്നതും അവിടെ ഒരു വിലപേശലൊക്കെ നടക്കുന്നതും ലാസ്റ്റ് ആളിനെ കയറ്റിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് അതുവഴി വരുന്ന ഇവർ ഈ താഴത്തെ ചീട്ടൊന്നും എടുക്കത്തില്ല. അതിനാ മോളിൽ തടഞ്ഞു നിർത്തി. നമ്മൾ മരക്കൂട്ടത്തിൽ ചെല്ലുമ്പോൾ കാണാം മിക്കപ്പോഴും ഡോളി നിരന്ന് 5, 6, 10 ഡോളി ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ ചെക്ക് ചെയ്യുന്നതാണ്. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. പമ്പ ടു ശബരിമല ട്രാക്ടർ. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഈ അവിടുത്തെ ട്രാക്ടറിൻ്റെ ഡ്രൈവർമാർ എന്ത് ഭാഗ്യവന്മാരാണ്. കാര്യം അവർക്ക് ആംബുലൻസിൻ്റെ ആ ഡ്രൈവർമാർക്ക് ഇവർക്ക് മാത്രമേ പമ്പയിൽ നിന്ന് ശബരിമലയ്ക്ക് വാഹനത്തിൽ പോകാനുള്ള അവകാശമുള്ളൂ. അതല്ലാതെ ഇനി ജില്ലാ കളക്ടർ വന്നാലും മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രി വന്നാലും രാഷ്ട്രപതി വന്നാലും നടന്നേ പോക്ക് നടക്കും. അതാണ് ശബരിമല അയ്യപ്പസ്വാമിയെ കാണാൻ വരേണ്ടിയ രീതി. അന്നേരം ട്രാക്ടറിൻ്റെ ഡ്രൈവർമാരൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരായിരിക്കും. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. പിന്നെ നീലിമല അപ്പാച്ചിമേട് വഴി ഞാൻ സ്റ്റെപ്പ് കയറി വരുമ്പം കാലിൻ്റെ കാലിനുമൊക്കെ പറഞ്ഞാൽ മസിൽ ഭാഗമൊക്കെ വേദനയൊക്കെ ഉള്ളവർക്ക് സ്വാമി അയ്യപ്പൻ റോഡ് വഴി വരുന്നത് നല്ലതാണ്. എന്നാൽ ഇരുമുടിക്കെട്ട് കെട്ടി ശബരിമലയ്ക്ക് വരേണ്ട വഴി നീലിമല അപ്പാച്ചിമേട് ശരംകുത്തി വഴിയാണ്. അങ്ങനെ മരക്കൂട്ടം വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഡോളിക്കാരൊക്കെ നാളെ
നട അടച്ച് കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ അവർ പോകും. ഈ ഡോളിക്കാരെല്ലാം കൂടുതലും കുമളി തമിഴ്നാട്ടുകാരാണ്. സ്വാമി ശരണമയ്യപ്പ. ഈ ട്രാക്ടറിൻ്റെ ഡ്രൈവർമാരെല്ലാം ഒട്ടുമിക്കതും അവിടെ തന്നെ കാണും. കാരണം ഓരോരോ സന്നിധാനത്തേക്ക് ഓരോരോ പണികളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് സാധനം കയറ്റിക്കൊണ്ട് വരും. ഇങ്ങനെ നട തുറക്കുന്ന സമയത്ത് പണി സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ കയറ്റി ട്രാക്ടർ വരാറില്ല. അന്നേരം ഈ ചരക്ക് സാധനങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ കയറ്റിയിറക്കുക അവരുടെ പരിപാടി. സ്വാമി ശരണമയ്യപ്പ. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ഡോളിക്കാരുടെ നല്ല തിരക്കുണ്ട്. സ്വാമി ശരണമയ്യപ്പ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ പമ്പയും ശബരിമലയും ചുറ്റുവട്ടത്തായിട്ട് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാറിനെ കണ്ട് സംസാരിച്ച് അവരുടെ വീഡിയോ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ആ സാറിനെ കോൺടാക്റ്റ് ചെയ്തു. സാറെല്ലാം ചെയ്തു തരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ സാറിനെ നേരിട്ട് കണ്ടു. സാറിനെ നേരിട്ട് കണ്ടപ്പോൾ സാറ് വീഡിയോ ചെയ്യാനെ കൊണ്ടുള്ള എല്ലാം അവരുമായിട്ട് സംസാരിച്ച് സെറ്റപ്പാക്കി തരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാറ് ഇതിൻ്റെ നല്ല ഗുണങ്ങളും ദോഷഗുണങ്ങളും പറഞ്ഞു. അന്നേരം നല്ലതിനെക്കാട്ടിൽ അവരുടെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് ദോഷമായിട്ടേ വരൂ എന്ന് പറഞ്ഞു. കാരണം അവരുടെ ജീവിതവും ജീവിത രീതികളും അങ്ങനെ അവരുടെ കുടുംബമായിട്ടുള്ള പല പല കാര്യങ്ങളാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത് പബ്ലിക്കായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നിയമപരമായിട്ടൊക്കെ എനിക്ക് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. അങ്ങനെ 1-2 പേരുടെ അനുഭവങ്ങൾ പറഞ്ഞു. അന്നേരം ഒരു വീഡിയോയ്ക്ക് വേണ്ടി റിസ്ക് എടുക്കണോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ആ ഒരു വീഡിയോ എടുപ്പിൽ നിന്ന് താൽക്കാലികമായിട്ട് പിൻവാങ്ങി. അത് എന്തുകൊണ്ട് എന്ന് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരുടെ വീഡിയോ എടുപ്പ് വേണ്ടാന്ന് വെച്ചു. സ്വാമി ശരണമയ്യപ്പ. പിന്നെ 22-ാം തീയതി പന്തളത്തെ അയ്യപ്പ സംഗമത്തിന് ഞാൻ പോകാനെക്കൊണ്ട് ഉള്ള പ്ലാനിലാണ്. ചിലപ്പോൾ ഒരു കാരണവശാലും ഡിലേ ആകാനും സാധ്യതയുണ്ട്. എന്നാലും മാക്സിമം ഞാൻ 22-ാം തീയതി പന്തളത്ത് പോകുന്നുണ്ട്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അയ്യപ്പ ഭക്തരെല്ലാം കാണണം. കണ്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടണം. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ മരക്കൂട്ടവും കഴിഞ്ഞു. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാ അയ്യപ്പ ഭക്തരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. എല്ലാ വീഡിയോയും കാണണം. കാരണം നിലയ്ക്കൽ മുതൽ ശബരിമല വരെയുള്ള പല പല വിശേഷങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളായിരിക്കും ഞാൻ ഓരോ വീഡിയോയിലും വിവരിക്കുന്നത്. എല്ലാ വീഡിയോയും മൊത്തമായി കണ്ടാലേ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ദൂരെ നിന്ന് വരുന്ന നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വരുമ്പം ഓരോ കാര്യങ്ങളും എളുപ്പം എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കാനും പറ്റും. സ്വാമി ശരണമയ്യപ്പ. അതുപോലെ തന്നെ നടപ്പന്തലിൽ വന്ന് മൊബൈൽ ചാർജിന് കുത്തിയിടുന്ന അയ്യപ്പ ഭക്തരോടായിട്ട് പറയുക. ഇന്നലെ എൻ്റെ കൺമുമ്പിൽ നടന്നൊരു അനുഭവമാണ്. എൻ്റെ മൊബൈൽ ഞാൻ ചാർജിന് കുത്തിയിട്ടേക്കുക. ഒരു 12-13 വയസ്സുള്ളൊരു കുഞ്ഞയ്യപ്പൻ്റെ മൊബൈൽ കുത്തിയിട്ടിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും അടുത്തിരിക്കുക. അങ്ങനെ ഞങ്ങൾ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരിചയപ്പെട്ട് കാര്യമൊക്കെ പറഞ്ഞു. എനിക്ക് കുറച്ചൊക്കെ തമിഴൊക്കെ അറിയാം. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞു. കുറേ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശമൊക്കെ അവൻ്റെ മൊബൈലിൻ്റെ അകത്ത് ചാർജായി കാണും
എന്നൊരു കണക്കൂട്ടൽ വന്നപ്പോൾ ആ പയ്യൻ മൊബൈൽ എടുക്കാൻ പോയി. മൊബൈൽ കാണാനില്ല. എവിടെ നോക്കാനാ? അവിടെ ചുറ്റും നോക്കി, ഒരു രക്ഷയുമില്ല. കാര്യം ഈ ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുന്നിടത്തത് ആരെ കണ്ടുപിടിക്കാനാ? നമ്മൾ പോലീസിലൊരു പരാതി കൊടുത്താൽ പോലും അവിടെ നിന്നും ഒരനക്കവുമില്ല. കാരണം അത് പോലീസിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ആയിരക്കണക്കിന് ഭക്തർ വരുന്നിടവാ, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഈ എടുത്ത ആളിനെ നമ്മൾ കണ്ടിരിക്കണം, മുഖം കണ്ടിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി അവർക്ക് എടുക്കാൻ പറ്റും. മറിച്ച് സാറേ എൻ്റെ മൊബൈൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അയ്യപ്പസ്വാമിയോട് കാര്യമൊക്കെ പറഞ്ഞു. എനിക്ക് വന്ന് 1.25 മണിക്കൂറോളം ആ പയ്യനോട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും അങ്ങ് ചത്ത പോലായിപ്പോയി. എനിക്കും അങ്ങ് സങ്കടമായിപ്പോയി. സ്വാമി ശരണമയ്യപ്പ, ഹരിഹരസുതൻ ആനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഔഷധവെള്ളമാണ്, ഇത് കുടിക്കണം, ദാഹം മാറാൻ നല്ലതാട്ടോ. കരിങ്ങാലി. അന്നേരം ഞാൻ ഇത് നിങ്ങളോട് പറയാനെ കൊണ്ടുള്ളൊരു കാര്യം, വന്ന മൊബൈൽ ചാർജിന് കുത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മൊബൈലിൽ നമ്മുടെ കണ്ണ് വേണം. കാര്യം ഒരു ഭാഗത്ത് തന്നെ 10, 4, 4, 8, 12, 10-12 മൊബൈലാണ് കുത്തിയിടുന്നത്. പലരും വന്ന് മൊബൈൽ നോക്കും. നമുക്കറിയത്തില്ല ഈ ഇത്രയും പേരുടെ മൊബൈൽ ആരുടെ മൊബൈലാണെന്നൊന്നും അറിയത്തില്ല. ഈ കൂട്ടത്തിലാണ് ഇവർ വന്ന് മൊബൈൽ എടുക്കുന്നത്. നമ്മൾ ഇത് കാണും, പക്ഷെ നമുക്കറിയത്തില്ലല്ലോ അതിപ്പോൾ അവൻ്റെ മൊബൈലാണ് എടുത്തുകൊണ്ട് പോയത്, അതോ വല്ലോൻ്റെ മൊബൈൽ ഊരിക്കൊണ്ട് പോയതോ നമുക്കറിയത്തില്ല. ഇതും സംഭവം അങ്ങനെ ഇപ്പോൾ നടന്നേക്കുന്നത്. ഞങ്ങൾ കാര്യം പറഞ്ഞു ഇരുന്ന കൂട്ടത്തിൽ പലരും മൊബൈൽ ചാർജിന് കുത്തിയിട്ടിരിക്കുന്നു. സാധാരണ ചാർജൊക്കെ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ചാർജർ ഊരി മൊബൈൽ എടുത്തുകൊണ്ട് പോകുന്ന പോലെ ഇവരങ്ങ് പോകും. അങ്ങനെ അവിടെ സംഭവിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റിയേക്കുന്നത്. അതുകൊണ്ട് ഇനി മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന കുത്തിയിടുമ്പം ചാർജിനെ കുത്തിയിട്ട് ഊരി കയ്യിലെടുക്കുന്നിടം വരെ കണ്ണ് മൊബൈലിൽ തന്നെ ഇരുന്നോണം. അല്ലെങ്കിൽ മൊബൈൽ കാണത്തില്ല. പിന്നെ കൈ മലർത്തുക മാത്രമേ ഉള്ളൂ മാർഗം. സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ സന്നിധാനത്ത് വന്നു. സന്നിധാനത്തെ ഈ കാഴ്ച കണ്ണിന് കുളിരേകുന്നൊരു കാഴ്ചയാണ്. അത് കണ്ണിന് കുളിര് വരണമെന്നുണ്ടെങ്കിൽ സന്നിധാനത്ത് വന്നവർക്കേ കുളിരേകും. സ്വാമി ശരണമയ്യപ്പ. ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് സന്നിധാനം. ഇത് രാവിലെ ഒരു 8:30 മുമ്പായിട്ടുള്ള വീഡിയോയാണ്. അന്നേരത്തെ കാഴ്ചയാണ്. 8:30 ശേഷം സന്നിധാനത്തെ ആ കാഴ്ച എന്താണെന്ന് എനിക്കറിയത്തില്ല. സ്വാമി ശരണമയ്യപ്പ. ഈ കാഴ്ച ശബരിമല വന്ന എല്ലാ ഭക്തർക്കും എൻ്റെ സ്വാമിയെ എന്ന് വിളിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ ഇങ്ങനൊരു അയ്യപ്പ ദർശനം എന്നെനിക്ക് സാധിക്കും എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളോടും അയ്യപ്പസ്വാമിയോടും ചോദിക്കുന്ന ഒരു കാഴ്ചയാണ്. സ്വാമി ശരണമയ്യപ്പ. ഡോളി ഇഴക്കയറൊക്കെ ഇട്ട് കെട്ടിയാണ് വെച്ചേക്കുന്നത്. സ്വാമി ശരണമയ്യപ്പ. അതുപോലെ തന്നെ എൻ്റെ അടുത്ത വീഡിയോ പലർക്കും സിവിൽ ദർശനം ഇതുവഴി എങ്ങനെ കയറി ചെന്ന് തൊഴണമെന്നറിയത്തില്ല. എന്നാൽ അടുത്ത വീഡിയോയ്ക്കകത്ത് സാധാരണ മലയാള മാസം വരുന്നതും സീസൺ എന്നുദ്ദേശിക്കുന്ന മണ്ഡലകാലം വൃശ്ചികം 1 മുതൽ എങ്ങനെ പോകണം, ഇതുവഴി വന്ന് ദർശനം നടത്താം എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ റൂം എടുക്കുന്നത് അത് എവിടെയാണെന്നും എങ്ങനെയാണെന്നും അതിന് എത്ര രൂപയാണെന്നും പലർക്കും അറിയത്തില്ല. എന്നാൽ ഈ 2 കാര്യങ്ങളെ വിവരിച്ച് ഉള്ള വീഡിയോ ആയിരിക്കും എൻ്റെ അടുത്തത്. ഇത് നടപ്പന്തലിലെ അയ്യപ്പ ഭക്തർ വന്ന് ക്യൂ നിൽക്കുന്ന ആ ഗ്രില്ലാണ്. നടപ്പന്തൽ തുടങ്ങുന്ന മുതൽ നമ്മൾ സന്നിധാനത്തേക്ക് കയറുന്ന അവിടെ വരെയുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്ക്.
അത് തീരുന്നിടം വരെ ഞാൻ നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല. ഞാൻ ഒരക്ഷരം മിണ്ടുന്നില്ല. കൺകുളിരെ കണ്ടോളൂ. സ്വാമിയേ ശരണമയ്യപ്പ. നടപ്പന്തലെ കണ്ടോ? അയ്യപ്പന്മാർ നിൽക്കുന്നത് കണ്ടോ? രാവിലെ അയ്യപ്പന്മാരാരുമില്ല. എനിക്ക് തോന്നുന്നത് ഈ അയ്യപ്പ സംഗമമൊക്കെ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ അലമ്പായിരിക്കും എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീരെ ആൾ കുറഞ്ഞതാ. സ്വാമി ശരണമയ്യപ്പ. അതുകൊണ്ട് എൻ്റെ അത് ഒരു നല്ലൊരു കോമഡിയുണ്ട്. എല്ലാവരും നടന്നു വന്ന് ആ ഇരുമുടിക്കെട്ടുമായിട്ട് നടന്നു വന്ന് ആ നിൽക്കുന്നില്ലയോ, അവിടെയൊക്കെ നിന്ന് ഫോട്ടോയും ഒക്കെ എടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് തിക്കും പക്കും ഒക്കെ നോക്കി ആടിപ്പാടിയൊക്കെയാണ് കയറി പോകുന്നത്. സാധാരണഗതിയിൽ ആ നടപ്പന്തൽ അല്ലെന്നുണ്ടെങ്കിൽ നടപ്പന്തൽ ഇറങ്ങുമ്പോഴേ എങ്ങനെ നടപ്പന്തൽ വരെ എങ്ങനെ ഈ നിരന്ന ഈ സ്ഥലത്ത് കയറാം, എങ്ങനെ 18-ാം പടിയുടെ അവിടെ വരാം, എങ്ങനെ 18-ാം പടി ചവിട്ടി അയ്യപ്പനെ ഒരു നിമിഷമെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും കാണണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത്. ആ അയ്യപ്പന്മാരെ അപ്പം അതാണ്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു പോന്നു. ഇനി അവർ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് സെൽഫിയൊക്കെ എടുത്ത് ആടിപ്പാടി കയറാൻ വേണ്ടിയാ. സ്വാമിയേ ശരണമയ്യപ്പ. എന്നാൽ ഇതാണ് ഞാൻ പറഞ്ഞ് സന്നിധാനത്തെ കാഴ്ച. ഞാൻ മുൻകൂട്ടി പറഞ്ഞ് സസ്പെൻസ് കളയുന്നില്ല എന്ന്. സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ പിന്നെ ഇന്നലെ വൈകിട്ട് കയറി തൊഴുതു. എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു ഒരു കിടപ്പ് രോഗിയായൊരു അയ്യപ്പനും അതികഠിനമായ ആസ്മാരോഗിയായ ഒരു അയ്യപ്പനും, അവർക്ക് രണ്ടുപേർക്കും വേണ്ടി, പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന അയ്യപ്പ ഭക്തരായ എല്ലാവർക്കും വേണ്ടി കയറി ഇന്നലെ പ്രാർത്ഥിച്ചു. അയ്യപ്പനാണ് സത്യം, ഇന്നലെ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല. അത് സത്യമായ കാര്യമാണ്. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ കന്നിമാസം 4-ാം തീയതിയിലെ ശബരിമല വിശേഷങ്ങളാണ് ഇതൊക്കെ. ഇനി തുലാമാസം പോകണം. 1-ാം തീയതിക്ക് തലേന്നേ പോകും. നട തുറക്കലെടുക്കണം. പിന്നെ 1-ാം തീയതി ദർശനം എടുക്കണം. പിന്നെ തുലാം 4-ാം തീയതിയും 5-ാം തീയതി ഹരിഹരാസനം പാടി നട അടയ്ക്കുന്നതും എടുക്കണം. സ്വാമിയേ ശരണമയ്യപ്പ.